ഇനി മറ്റൊരു ആസനം മലർന്ന് കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു ആസനം പശ്ചിമതാനാസനം. അത് നമുക്ക് രണ്ട് വിധം ചെയ്യട്ടെ. ഇരുന്നു കൊണ്ട് ചെയ്യുക, കിടന്നുകൊണ്ട് ചെയ്യുക. കിടന്നുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം കാണിക്കുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തുക. 1 2. ശ്വാസം വിട്ടുകൊണ്ട് ഉയരുക. കാലിൽ വിരൽ പിടിക്കുന്നു. നെറ്റി കാൽമുട്ടിനോട് ചേർത്ത് വെക്കുന്നു. മുട്ടിൻ്റെ താഴെ കൈമുട്ട് ശ്രദ്ധിക്കുക. കൈമുട്ട് നിലത്ത് പതിയും. ഇതാണ് ഈ പശ്ചിമതാനാസനത്തിൻ്റെ പൂർണ്ണ രൂപം. ഇനി വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. കൈ ഉയർത്തുക. മെല്ലെ താഴോട്ട് വരിക. സാവധാനം കൈ താഴ്ത്തിക്കൊണ്ടിരിക്കുക. കൈ മാത്രം. ഇത് പശ്ചിമതാനാസനം. പശ്ചിമതാനാസനം എന്ന് പറയും, പശ്ചിമ ഉത്താനാസനം എന്ന് പറയും. നമ്മുടെ ശരീരത്തിന് മുൻഭാഗത്തിന് പറയുക പൂർവ്വഭാഗമെന്നും പിൻഭാഗത്തിന് പശ്ചിമ ഭാഗമെന്നും. ആ പിൻഭാഗത്ത് നല്ല വലിച്ചിൽ കിട്ടുന്നത് കൊണ്ടാണ് ഈ പശ്ചിമതാനാസനം എന്ന പേര് വരാൻ കാരണം. ഈ ഒരാസനം തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യുക. അതെങ്ങനെയെന്ന് കാണിക്കുക. കാലുകൾ നീട്ടിയിരിക്കുന്നത്, കൈ ഇരുഭാഗത്തും പതിച്ച് നിലത്ത് പതിച്ച് വെക്കുക. ഇതിന് പറയുക ദണ്ഡാസനം. ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ആസനമൊക്കെ ഈ ദണ്ഡാസനത്തിൽ നിന്നാണ് അധികം ആരംഭിക്കുന്നത്. ഇനി കൈ ഇരുഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ട് രണ്ട് ഭാഗത്തു കൂടെ 1. ശ്വാസം എടുക്കുക. ഇനി കൈ മുന്നോട്ട് തിരിച്ചു വെക്കുക. സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് 2. കാലിൽ വിരൽ പിടിക്കുക. വിരൽ പിടിച്ച് മുന്നോട്ട് നോക്കുക. വിരൽ പിടിച്ചൊന്ന് മുന്നോട്ട് നോക്കുക. അവിടെ നിന്ന് കൈമുട്ട് മെല്ലെ താഴ്ത്തിക്കൊണ്ട് വരിക. കൈമുട്ട് താഴുക, നെറ്റി ടച്ച് ചെയ്യുക. അപ്പോൾ വയറ് ശരിക്കും ഒട്ടി പിടിച്ച മാതിരി ഉണ്ടാവും. ഇനി മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക. കൈ ഉയർത്തിക്കൊണ്ടുവരിക. കൈ കുത്തനെ ഇനി ഇരുഭാഗത്തേക്ക് താഴ്ത്തിക്കൊള്ളു. സാവധാനം താഴ്ത്തുക. എത്ര സാവധാനത്തിലാണെന്നോ അത്രയും സാവധാനത്തിൽ. ഇത് പശ്ചിമതാനാസനം. സാധാരണ നമുക്കൊരു 3-4 തവണ ചെയ്യുക. ഇരുന്നു കൊണ്ട് ചെയ്യുക, കിടന്നുകൊണ്ട് ചെയ്യുക.